ജോൺ വിക്കിൻ്റെ അത്ര എൻഗേജിങ് അല്ല. ആക്ഷൻ സീക്വൻസസ് ഒക്കെ കൊള്ളാം, പക്ഷേ ഓവറോൾ ജോൺ വിക്ക് യൂണിവേഴ്സിൽ ഉള്ള എല്ലാ ഫിലിംസും ബെസ്റ്റ് ആണല്ലോ. സോ ദിസ് വാസ് ഓൾസോ ഒരു ആവറേജ് മൂവിയാണ്. കുഴപ്പമില്ല, നല്ല പടമാണ്. ജോൺ വിക്കിൻ്റെ സീനൊക്കെ കാണിച്ചത് കൊള്ളായിരുന്നു. ജോൺ വിക്കിൻ്റെ അത്ര എൻഗേജിങ് അല്ല. ആക്ഷൻ സീക്വൻസസ് ഒക്കെ കൊള്ളാം, പക്ഷേ ഓവറോൾ നല്ല മൂവിയാണ്. കൊള്ളായിരുന്നു, നല്ല ഫിലിമാണ്. നല്ല പടം. ആക്ച്വലി രണ്ട് മെയിൻ ആക്ഷൻ സീൻസ് രണ്ടും കൊള്ളായിരുന്നു. മൂവി മൊത്തത്തിൽ കൊള്ളാം. നല്ല പടമാണ്. ഒരു കൂടെ തന്നെ വരുന്നൊരു സ്റ്റോറി നന്നായിരുന്നു, ആക്ഷൻ സീക്വൻസസ് എല്ലാം നിശ്ചയം ബ്രോ കൊള്ളായിരുന്നു. ജോൺ വിക്ക് യൂണിവേഴ്സിൽ ഉള്ള എല്ലാ ഫിലിംസും ബെസ്റ്റ് ആണല്ലോ. സോ ദിസ് വാസ് ഓൾസോ ലൈക്ക് അതിൻ്റെ ഒരു ലെവൽ എത്തിയിട്ടുണ്ടായിരുന്നു. കൊള്ളാം, കുഴപ്പമില്ല, ഒരു ആവറേജ് മൂവിയാണ്. കൊള്ളാം, പടം കൊള്ളാം. നല്ല ആക്ഷൻ സീക്വൻസും എല്ലാം ഉണ്ട്. അടിപൊളി നന്നായിട്ടുണ്ടായിരുന്നു. അടിപൊളി കൊള്ളായിരുന്നു. നല്ല പടം. ഓ അടിപൊളി. ഒബ്വിയസ്ലി റിലീസ് സ്റ്റോറീസ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു സേവ് ചെയ്യുന്ന ഒരു ആക്ഷൻ. ജോൺ വിക്ക് ലാസ്റ്റ് മൊമെൻറ്റിലേ വരുന്നുള്ളൂ, അതിൽ വേറെ ഒന്നുമില്ല. ഫുള്ള് നമ്മളെ ലേഡി ഹീറോ ആയിരുന്നു. നല്ല കുഴപ്പമില്ല, നല്ല സീക്വലാണ്. പടത്തിനെ കുറച്ച് അനാഡി ആർമസ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കുറച്ച് ഡിഫറൻറ്റ്, നമ്മളെ ആദ്യത്തെ 3 പടം ചാറ്റ് സ്റ്റൈൽസ്കിയിൽ ഡയറക്റ്റ് ചെയ്തത്. ഇത് ലെൻ വൈസ്മാൻ ആയതുകൊണ്ട് കുറച്ചൊരു ഡയറക്ഷനിലൊരു വ്യത്യാസമുണ്ട്, അത്രേ ഉള്ളൂ. സ്റ്റൈൽ മേക്കിംഗ് വ്യത്യാസമുണ്ട്.